MG ഗ്ലൈഡർ ഭാരത് ബെൻസ് കൊണ്ട് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ വണ്ണസ് ആദ്യമായി ഇറക്കുന്ന വോൾവോ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ഇൻഫിനിറ്റി, സെലസ്റ്റ എന്നീ 2 പേരുകളാണ് ബസ്സുകൾക്ക് ഇട്ടിരിക്കുന്നത്. അതിൽ ലുക്കിൽ ഒരു പടി മേളിൽ നിൽക്കുന്ന സെലസ്റ്റയുടെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് ആഗസ്റ്റ് 21 വ്യാഴാഴ്ചയാണ്. കടപ്പാക്കട പട്ടത്തുവിള പെട്രോൾ പമ്പിലാണ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് വൈകുന്നേരം 5:15 സൗരയുധത്തിലെ പുതിയ താരോദയം എന്ന തീമിലാണ് ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. യാത്ര ആരംഭിക്കാനുള്ള സമയമായി. കൊല്ലം, നീണ്ടകര, ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, അരൂർ, വൈറ്റില, എടപ്പള്ളി, ആലുവ, അങ്കമാലി, തൃശ്ശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, ഹൊസൂർ, ബാംഗ്ലൂർ ഇങ്ങനെയാണ് റൂട്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഫെയർ അറിയാനും onestravels.in എന്ന സൈറ്റോ റെഡ് ബസ് ആപ്പോ ഉപയോഗിക്കാം. ജോസഫ് പതിനൊന്നരക്ക് വന്നെങ്കിൽ പിന്നെ 2 മണിയാ വെയിറ്റ്. ഞാൻ വന്നപ്പോ 2:30 എങ്ങാണ്ടല്ലേ. അപ്പോഴാണ് വന്ന് കിടന്നത്. ബസിന്റെ ഉള്ളിലെ കാഴ്ചകൾ കൂടി കാണണ്ടേ. കാർപ്പറ്റും കർട്ടനും എല്ലാം ഒരേ കളർ, അടിപൊളി. കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ, ബ്രാൻഡിങ് കുപ്പിവെള്ളമാണ്. വണ്ണസിന്റെ ബ്രാൻഡിങ് ഉള്ള കുപ്പിവെള്ളം, വോൾവോയുടെ ബ്രാൻഡിങ് ഉള്ള തലയണ, വണ്ണസിന്റെ ബ്രാൻഡിങ് ഉള്ള സീറ്റ് കവറ്, പുതപ്പ്, സ്നാക്സ് എന്നതൊക്കെ ഉള്ളതെന്ന് വേറെ കാണിച്ചാൽ. സോൾട്ട്, പീനട്സ്, സ്വിങ്ങിൻ്റെ ഒരു കോക്കനട്ട് വാട്ടർ ഡ്രിങ്ക്, പിന്നെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ്, പിന്നെ ഉള്ളത് ഇതാണ് കപ്പ് കേക്ക്. അടിപൊളി അടിപൊളി. വോൾവോ എന്നും ഹിറ്റ് തന്നെ. ഏറ്റവും പുറകിലിരുന്ന് യാത്ര ചെയ്യുക. ഗോൾഡൻ കളറും ഗോൾഡൻ മാറ്റും എല്ലാം അടിപൊളിയാട്ടോ. കൊല്ലം റൂട്ടിൽ ഇവരുടെ ആദ്യത്തെ വണ്ടിയാണ്. അത് നമുക്ക് ചോദിച്ചു നോക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലഗേജ് റാക്ക്, AC വിൻഡോസ്, USB പോർട്സ്, ഹെഡ് റെസ്റ്റ്, ചാർജിങ് പോർട്ട്, ഇതൊക്കെ തന്നെ. ഇന്ന് നമ്മുടെ ബസ്സിന്റെ സാരഥികളായിട്ടുള്ളത് വിഷ്ണുവും അനിലും ശ്രീരാഗുമാണ്. വിഷ്ണുവാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അനിൽ കായംകുളത്ത് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിന്നക്കട സർക്കിളിലാണ്. ഇടത്തേക്ക് ആലപ്പുഴയ്ക്കും വലത്തേക്ക് കൊട്ടാരക്കരയ്ക്കും പോകുന്ന വഴികളാണ്.
ബാംഗ്ലൂരിൽ എവിടെ വരെ പോകും? അടിവാള ലാസ്റ്റോ? പിന്നെ കുത്തിക്കേറ്റാൻ സാധനം വേണ്ടല്ലേ? നമുക്ക് പോയാലേ അത്രയും ദൂരം പോയാലേ സമയത്തിന് എടുക്കാൻ പറ്റില്ല. പലരും അങ്ങ് അറ്റം പോകുന്നുണ്ട്. അത്തിവേല പോട്ടെ, ഈ ലോങ് റൂട്ടിക്ക് നടക്കില്ലേ അവിടേക്കൊന്നും പോയി. ഈ കോഴിക്കോടെന്നൊക്കെ വരുന്നവരായിരിക്കും പോകുന്നത് അല്ലേ? നമ്മുടെ മറ്റു വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നാഗനഹള്ളി പോകും, മജിസ്ട്രിക്ക് പോകും. പാർക്കിംഗ് എവിടെ കിട്ടിയേക്കണേ? മടിവാളയാണ് നോക്കുന്നത്. കോയിൽക്കട ജംഗ്ഷനിലാണ് ഇപ്പോൾ. വെൽക്കം അതെന്താ ഇവർക്കില്ല? പേരിന് ലിഡിയില്ല അല്ലേ? വേളാങ്കണ്ണി മാത ദേവാലയം കാണാം വലതു സൈഡിൽ. അറിയാം. അന്ന് റിപ്പബ്ലിക്കിന്റെ അല്ല സ്വാതന്ത്ര്യത്തിന്റെ തലേദിവസം ഇറങ്ങിയല്ലേ? അന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ 1-ാം തീയതി കൊണ്ടുപോയി അല്ലേ? പിന്നെ 1-ാം തീയതി ഓടി മലയാളം ഒന്നും ഓടിയുള്ളൂ. ഇപ്പൊ അടുത്ത വണ്ടി വരുന്നല്ലോ. അടുത്തേതാ? അടുത്ത് ഗ്ലൈഡർ വരുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിക്കാണ്. എല്ലാരും കൂടി ഇന്നലെ പോയി. പുതിയ റൂട്ടാണോ ഗ്ലൈഡർ വഴി? അതോ റീപ്ലേസ് ആണോ? വലത്തേക്ക് പോയാൽ കൊല്ലം ബോട്ട് ജെട്ടി, കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും. ചാനലിന്റെ പേരുണ്ട് യാത്രാവിശേഷങ്ങൾ. അരുൺ വിജയ് അറിയോ? മറ്റേ അതെ പറഞ്ഞ പുള്ളി എനിക്ക് നമ്മളെ കമ്മിക്കാരനോ? പുള്ളി സെറയിലായിരുന്നോ? നിങ്ങളൊക്കെ ഏത് വണ്ടിയിലായിരുന്നു നേരത്തെ? ഇത് തന്നെയായിരുന്നോ? അതെയോ? ടൈഗറില് മണ്ണസിന് മൊത്തം എത്ര വണ്ടിയുണ്ട്? ബാംഗ്ലൂർ തന്നെ ഒരു 12 വണ്ടി ടൂറിസ്റ്റ് ലൈൻ ബസ് ഉണ്ടോ? ഇല്ല അല്ലേ? ടൂറിസ്റ്റിന്റെ രാജാക്കന്മാരായിരുന്നല്ലോ. ടൂറിസ്റ്റിന്റെ രാജാക്കന്മാരാണല്ലോ. മനോഹരമായൊരു ക്ഷേത്രം, ആനന്ദവല്ലീശ്വരം ശ്രീ മഹാദേവൻ. ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ മുന്നിലാ ഇപ്പോൾ. ബുക്ക് ചെയ്ത പാസഞ്ചർക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഹലോ, കരുനാഗപ്പള്ളിയിൽ ഗോപുനന്ദിലത്തിന്റെ ഓപ്പോസിറ്റ് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ആരപ്പത്തേക്ക് പോയിട്ട് ബസ് ഇപ്പോൾ കാവനാട് ടൗണിലൂടെയാ പോകുന്നേ. ശക്തികുളങ്ങരയിൽ വെച്ച് നമ്മൾ NH 66 കയറും. നീണ്ടകര പാലവും ഫിഷിംഗ് ഹാർബറും ഒക്കെയാണ് പ്രേമിൽ. സ്ഥലമല്ലേ?
വന്ദനനാഥൻ വൻകുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മഞ്ചുടനാളം മിഴിതെളിയാനായി അവിടെ നിന്ന് എപ്പോഴാണ് എടുക്കണേ? അടിപൊളിയാണോ? വൻകുലിമേലെ സമയമൊക്കെ നേരം അവിടെ മല്ലപ്പടയിട്ട് പോയി എങ്ങനെയൊക്കെ പോയിരുന്നില്ലേ? പിന്നെ കണ്ടില്ലേ നേരം വൈകി പോകുന്ന പ്രശ്നമാടാ. സമയം കിട്ടില്ല മീൻചന്ത ആണല്ലോ, ഫ്രഷ് മീൻ കിട്ടും. വിഷ്ണു വാട്സിറ്റിലുണ്ട്. ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുക, കൊല്ലം ബാംഗ്ലൂർ. ശ്രീരാഗുണ്ട്, ശ്രീരാഗാണ് വീഡിയോ എടുക്കുന്നത്. വണ്ണത്തിന്റെ പുത്തമ്പണ്ടി സെലിസ്റ്റ, മറ്റേ ഇൻഫിനിറ്റി, മറ്റേ വണ്ടിയുടെ പേര് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇത് സെൽസിലാണ്. തൃശ്ശൂരിൽ നിന്നപ്പോ എങ്ങനെയൊക്കെ വരിക? ഞാൻ കോഴിക്കോട് പോവാ. അതെ, കോഴിക്കോടേക്ക് പോവാ. അപ്പൊ പാചകര ടോളിൽ ഇറങ്ങിയാൽ മതി. അത് നല്ലത്. മണ്ണുത്തിയിൽ വന്ന് ഇറങ്ങിയ പിന്നെ ബസ് കേട്ട് എളുപ്പമാവില്ലേ? നമ്മള് ടൗണിൽ പോകില്ലല്ലോ. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും ടൗണിൽ പോണ വണ്ടികളൊക്കെ പോയിട്ടുണ്ടോ? കാരണം (2+1) ഡയമണ്ട് ക്ലാസ് AC സ്ലീപ്പർ കാറ്റഗറിയാണ് വോൾവോ ബസ്സിന് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ടെക് റിവ്യൂ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വോൾവോ 9600യുടെ സവിശേഷതകളൊക്കെ എല്ലാ ബസ് പ്രേമികൾക്കും മനഃപ്പാടമാണ്. ഹലോ, നമസ്കാരം. ഫ്ലൈ ഓവർ സെറ്റിംഗിൽ വെച്ചിട്ടുണ്ട്. ഒരു 6:30. ഇതെവിടെ സ്ഥലം? ഫ്ലൈ ഓവർ സെറ്റിംഗിലല്ലേ വേണ്ടിയത്? കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോൾ സമയം 6:30. നാഷണൽ ഹൈവേയുടെ വർക്കുകൾ തീരുമ്പോൾ എല്ലാ പോയിന്റിലും ടൈം കീപ്പ് ചെയ്ത് ഓടിയെത്താൻ കഴിയൂ. പുതിയകാവിലുള്ള ഒരു മനോഹരമായ മസ്ജിദ്. ടൂറിസ്റ്റ് ബസ് ലോകത്തെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന വണ്ണസിൻ്റെ തുടക്കം 2008-ലാണ്. എല്ലാവരും ഒരുപോലെ തന്നെ എന്നൊരു അർത്ഥമാണ് വണ്ണസ് എന്ന പേരിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐക്യമെന്നും ഏകത്വമെന്നുമൊക്കെ പറയാം. കോക്ടെയിൽ, ഹണീബി, സെലിബ്രേഷൻ, ത്രില്ലർ, ദശാവതാർ, രാവൺ,
ട്രിലോക്ക്, മെട്രിക്സ്, ഡിഫൻഡർ, ലിയോ, കിങ് ബുൾ എന്നീ പേരുകളിൽ ടൂറിസ്റ്റ് ബസ്സുകളും കിങ്ഫിഷർ, ഗ്രാസ് ഹോപ്പർ, ഹണിബി, ത്രില്ലർ, സെലിബ്രേഷൻ, എമറാൾഡ്, ടൈഗർ, റെഡ് ബുൾ, സ്പെക്ട്ര, അറോറ, സെലസ്ത, ഇൻഫിനിറ്റി എന്നിങ്ങനെ 12 പേരുകളുമായി നൈറ്റ് സർവീസുകളും ഉണ്ട് ഇവർക്ക്. ഡ്രൈവറുടെ ടീഷർട്ടിൽ കണ്ടോ 74 എന്നൊരു നമ്പർ. 1Sൻ്റെ എല്ലാ ബസ്സുകളുടെയും രജിസ്ട്രേഷൻ 74-ൽ അവസാനിക്കുന്ന പോലെയാണ്. അതുപോലെ ഫോൺ നമ്പറുകളും 74-ൽ അവസാനിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ ഗുട്ടൻസ് അറിയാവുന്നവർ കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ഡ്രൈവർ കേട്ടോ. സെക്കൻഡ് മെയിൻ ഡ്രൈവർ. മെയിൻ ഡ്രൈവറുടെ പേര് എന്റെ പേര് അനിൽ. അനിൽകുമാർ ഫ്രം കാർവാർ. കാർവാറോ? കാർവാറാണ് വീട്. കർണാടകയിലെ കാർവാറാണോ? इधर ऑपोजिट में केरला में है। आज नहीं कल आएगा कल। हाँ कल आएगा, आज नहीं है। नहीं दूसरा कोई आइडिया नहीं है, वो किंग्स आइडिया नहीं है। हाँ कल सभा रहता जब कहाँ शर्मा नहीं था, दूसरा अपना ही रहेंगे। देखो वनडस बोल को अपने तुम्हें डी एंट्रेंस पर जाओ, डी एंट्रेंस 8 बजे अपना ही वनडस बोल को 8 बजे जाओ। तुम्हें वो मेट्रो है ना, मेट्रो के पास जाओ, 8 बजे गाड़ी उधर आती है। सो അത് വീഡിയോ എടുത്തിട്ടാണ് അശ്കുമാർ സിറ്റേ എന്നെ വെട്ടിക്കാൻ നമ്മൾ സൂപ്പറൊന്നോ GS-ഒന്നോ ഓളൊന്നോ ഒന്നിനും ഓട്ടോ ഇല്ല. കയറി പോക്കാം. കാറ് പൊളിഞ്ഞു പോ. നമ്മൾ കണ്ടിട്ടുണ്ട് പോലെ നമ്മളെ മറ്റേ നമ്മൾ പങ്കെടുത്തില്ല, നമ്മള് കയ്യിൽ കൊടുത്ത അപ്പം നമ്മളോട് പോയി. താമരശ്ശേരി ചുരത്തിമാര് കയറുന്നുണ്ടോ? വന്ന് കയറി ഓവർടേക്ക് ചെയ്ത് പോകും. റീൽസ് എടുക്കലാണ് പരിപാടി പിള്ളേർക്ക്. അമ്പലപ്പുഴ 1, 2 പുകവണ്ടി മൊത്തം വന്ന് കഴുകിയതെല്ലാം പോയി. കഴുകിയതെല്ലാം പോയി. 3, 5 തീരം. ഇനി അവിടെ തുണിയെല്ലാം അവിടെ വെള്ളമുണ്ടോ? വെള്ളം കയറ്റി പിടിച്ചിട്ട് ടാങ്കിലാണോ പിന്നെന്താ 250 ലിറ്റർ അവിടെ എത്തുമ്പോൾ ഉണ്ടാണോ എന്ത് ഈ പൈപ്പ് ശരിയായല്ലോ വെച്ചോ? അങ്ങനെ നല്ല വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് പോയതാ അത്. അല്ലടാ താഴത്തെ അത് ടൈറ്റ് ചെയ്തോ? അതൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം ലീക്കൊന്നുമില്ല. താഴത്തെ ടോപ്പ് ഞാൻ ലൂസായിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണമായിരുന്നു. ഏത് കാലമാ? പള്ളി സ്പീഡേ. ഇവരെ നമ്മളെ വണ്ടി കൊണ്ടുപോകണം. എവിടെ നിൽക്കുന്നു ജോലി? അങ്ങോട്ട് തോട്ടപ്പള്ളി കഴിഞ്ഞു. ഇന്ന് ഗോവയ്ക്ക് പോയത് ഒരു രസം പരിപാടിയായിരുന്നു കേട്ടോ. മനോജേട്ടനും വേറെ പുള്ളിയായിരുന്നു. മനോജും പാലക്കടലിലായിരുന്നു. ബിരിയാണി എല്ലാം വിളിക്കുക. അവൻ 8:15 സമയം പറയും. നമ്മുടെ എത്ര സമയം? നമ്മുടെ അമ്പലപ്പുഴ 8 മണി സമയമായിരിക്കും. 8:15 പറഞ്ഞാൽ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. നമുക്ക് പോട്ടെ, രാവിലെ വിളിച്ചിട്ട് വന്നോളാം. നമ്മുടെ അമ്പലപ്പുഴ 8 മണി. 8 മണിയല്ലേ? പിന്നെന്താ 7:45 നമ്മുടെ ആലപ്പുഴ. 8:30 ആലപ്പുഴ, 8:35 കളർപ്പുഴ. അമ്പലപ്പുഴ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? 12 മണിക്ക് കോളേജിന് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലേ? ഞങ്ങള് തോട്ടപ്പള്ളി കഴിഞ്ഞു. ഞങ്ങള് വണ്ടി തോട്ടപ്പള്ളി കഴിഞ്ഞു പറഞ്ഞു. തോട്ടപ്പള്ളി കഴിഞ്ഞ് വന്നോണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് വാ കേട്ടോ. തോട്ടപ്പള്ളി കഴിഞ്ഞു. അല്ല അല്ല ഈ നമ്മളില്ലാത്ത ഒന്നും കാര്യമാണോ? ഇതിൽ പിടിച്ചിട്ട്
നീ എന്റെ ഫോണിലേക്ക് വിളിക്കും. ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് ആലപ്പുഴ ടൗണിലെ കയ്യിൽ പിടിച്ചിട്ടാ സംസാരിക്കണേ. നീ എന്റെ ഫോണിലേക്ക് വിളിക്കണേ. അതില് സിംഗർ പറഞ്ഞു കേൾക്കത്തില്ല. എവിടെ ഇറങ്ങിയ ബാ ബാ എന്താണ് ഇങ്ങോട്ട് വിളിക്കാന്ന് പറയാം. എത്താറായി വന്നു. വണ്ടി ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു. വണ്ടി ഇപ്പൊ ഇവിടെ ഓഫീസ്. ഇത് ആലപ്പുഴ ഫാത്തിമ YMC. എന്റെ പേര് രാജു, ഫാത്തിമ ട്രാവൽസ്. ഇത് അവരുടെ ഓഫീസിൽ. ഇത് അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ആലപ്പുഴയിലെത്തുമ്പോൾ സമയം 8:30. വണ്ണസ് ട്രാവൽസ് ഓഫീസിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ. YMCA ജംഗ്ഷനിലാണ് ഇവരുടെ ഓഫീസുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയ്ക്കാണ് പോകുന്നത്. നിൽക്കുന്നുണ്ടല്ലോ. ചെറിയ 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 ആളെ വിളിച്ചു. ഇവിടെ നമ്മൾ മുമ്പ് എവിടെയാണ് ഉണ്ടല്ലോ. പോകുന്ന ചേച്ചി KSRTC പോകുന്നു. KSRTC പോകുന്ന ചേച്ചി. ചേർത്തല SN കോളേജിനടുത്തുള്ള ഊട്ടുപുര ഹോട്ടലിൽ നിന്നുമാണ് ഇന്നത്തെ ഡിന്നർ. ശരിക്കും പറഞ്ഞാൽ കഞ്ഞിക്കുഴിയിലാണെന്ന് തോന്നുന്നു ഈ സ്പോട്ട്. ഇപ്പോൾ സമയം 8:50. ഡിന്നറിന് ശേഷം ഉടനെ തന്നെ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യാനായി നിർത്തിയിരിക്കുകയാണ്. വണ്ണസിൻ്റെ തന്നെ തിരുവല്ല ബാംഗ്ലൂർ ബസ്സും ആഡ് ബ്ലൂ ഫില്ലിംഗ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഉണ്ട്. ആഡ് ബ്ലൂ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുക. ടു പ്ലസ് 1 ഡയമണ്ട് ക്ലാസ് AC സ്ലീപ്പർ www.onestravels.in. ഇതിൽ കയറിയാൽ ബുക്ക് ചെയ്യാം കേട്ടോ. റെഡ് ബസ് വഴിയും ബുക്ക് ചെയ്യാം. ഇതിൽ കയറിയാൽ ചിലപ്പോൾ 5% വല്ല ഓഫ് ഉണ്ടോയെന്ന് അറിയത്തില്ല. അവിടെ ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെയൊന്നും. ഗാലക്സിയാണ് അതിൻ്റെ തീമ. വണ്ണസ് ആഡ് ബ്ലൂ ഒക്കെ ഫില്ല് ചെയ്ത് യാത്ര തുടരുകയാണ്. ഹലോ, തുറവാറായിട്ടുള്ള റോഡ് പണികൾ നടക്കുന്നു. ഇതാണ് കൈ കാണിച്ചു. റോഡ് പണി ബ്ലോക്ക്. അത് വേറെ റോഡ്. തുറവൂർ അരൂർ 6 ലൈൻ എലിവേറ്റഡ് ഹൈവേ ആണ് മുകളിലൂടെ പോകുന്നത്. NH66 ഭാഗമായുള്ളതാണ്. 12.5 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഈ എലിവേറ്റഡ് മേൽപ്പാലം. ഈ മേൽപ്പാലത്തിന് മൊത്തം 360 പില്ലറുകളുണ്ട്. ഈ മേൽപ്പാലം പണി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 ലൈൻ എലിവേറ്റഡ് ഹൈവേ ആകുമെന്നാണ് പറയുന്നത്. ഹലോ, 10 മണിക്ക് ഔട്ടോ.
ആരൂരൊക്കെ എത്തുള്ളൂ. ആ അവർക്ക് തുറമുഖ റോഡ് പണിയുടെ ബ്ലോക്ക് ഉണ്ട്. ചെറുതായിട്ട് അരൂര് കഴിയുള്ളൂ. അരൂര് എത്തിക്കൊണ്ടിരിക്കുന്നു. അരൂര് ബ്ലോക്ക് അരൂര് മുതൽ അരമണിക്ക് തുറവൂര് വരെ അരൂര് തൊട്ട് തൊട്ടൂര് വരെ എത്ര കിലോമീറ്റർ പാലത്തിന്റെ ലോട്ട് വരെയാണ്. ഇരുന്നൂറ്റി 238 എന്ത് നമ്പർ ഇട്ടിരിക്കുന്നേ. ഇല്ല നമ്പറില്ല. അവിടെ നമ്പർ കിട്ടാത്തതും ഉണ്ട് വേറെ. തുറവൂരല്ലേ? 19 കിലോമീറ്റർ. അത് ഉണ്ടാവും തന്നെ അന്നേ ഉള്ളൂ. അത് ഡബിൾ ലൈനാ, അത് 6 ലൈനാ. അത് ഒറ്റപ്പാലത്തിന്റെ മുകളിൽ ആ അതാണ് 4 ലൈനാ. അത് ഉണ്ടാക്കിയപ്പോ വലിയ സംഭവം. എന്താ ഇവിടെ പണിതേക്കണ വട്ടപ്പാറയില് വളാഞ്ചേരി കഴിഞ്ഞിട്ട് വളഞ്ഞ് അതെത്ര ഉണ്ടാവും? അത് അത്യാവശ്യം ഉണ്ടാവും. നേരെ പിന്നെ ചങ്കോട്ടിയല്ല പുത്തനത്താണിയല്ലേ പോയി കയറുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി അവിടെ ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാ സാധനം മനസ്സിലാവില്ല. ഒരു 5 കൊല്ലം മുമ്പ് നമ്മളിത് ഇങ്ങനെ ആവുമെന്ന് ചിന്തിച്ചിട്ട് 5 കൊല്ലം മുമ്പ് കോൺഗ്രസ് നല്ലൊരു ഗതാഗത മന്ത്രിനെ കിട്ടി. നിതിൻ ഗഡ്കരി ഇല്ലേ, അയാളുടെ ഒറ്റ കഴിവത്. അതല്ല ഞാൻ പറയുന്നത്. ആ നാഗ്പൂര് കാണിച്ചു ചേട്ടൻ, അയാളുടെ മണ്ണിലാണ് നാഗ്പൂര്. ഞാനിപ്പോ കൊറോണ കാലത്ത് പോയിട്ട് ചേട്ടാ ഒരു ഐഡിയ കിട്ടില്ല അവിടെ പോയി കഴിഞ്ഞാൽ. ഞാൻ പണ്ട് പോകുമ്പോ ആ പോയെന്ന റോഡൊന്നല്ല. ഇത് ഹൈവേ പോണു, ഹൈവേയുടെ മുകളിൽ കൂടെ മെട്രോ. വേറെ അടിയിൽ വേറെ റോഡ്. അല്ല ഞാൻ പറഞ്ഞതേ, ഒരു 5 കൊല്ലം മുമ്പൊക്കെ ആവുമ്പോ നമ്മള് ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. സുഖമായിരുന്നു കണ്ടടി, വണ്ടികളും ഉണ്ടാകുന്നില്ല റോഡിൽ. മനസ്സിൽ പോലും ചിന്തിക്കാതെ ആവുമ്പോ ഇത് ഏതാളും കാറാ, കൂലിപ്പണിക്കണോ കാറാ. നമ്മുടെ കാറുമില്ല, ഒന്നുമില്ല. എല്ലാത്തിനും വണ്ടി പൈസയായി. സ്വന്തമായിട്ട് ബൈക്ക് കൂടിയില്ലേ അറിയോ? ഈ ശ്രീരാഗന്റെ ബൈക്കാണെങ്കിൽ പേപ്പർ കാര്യമില്ലല്ലോ. ഉള്ളി ബൈക്ക് കിടന്നറാ, ഉള്ളി ടിക്കിൽ കിടക്കണതിനാ ഉള്ളിലുള്ള. നിങ്ങൾ എത്ര വണ്ടി ഓടിക്കാനായിട്ട് സർവീസ് ചെയ്തിട്ട് എത്ര കാലമായി? ബസ് വൈറ്റിലയിൽ എത്തുമ്പോൾ സമയം 10:45. ഇനി കുറച്ചു നേരം യാത്ര ആസ്വദിക്കാം. ലോറി ഇല്ല കേട്ടോ, ലോറി വളരെ കുറവാണല്ലോ. അരൂരിന്ന് ഒരു ലോറി കണ്ടിട്ടില്ല. എല്ലാം കാത്തിരിക്കുക അവിടെ കേട്ടോ.
നമ്മള് എല്ലാം കാത്തിരിക്കും അവിടെ ഒരിക്കലും വെറുതെ ഒരിക്കലും എടപ്പള്ളി ചെയ്തിട്ടുണ്ടോ? ഒന്ന് കേട്ടോ അതോടെ കഴിഞ്ഞ പിന്നെ കളമശ്ശേരി കളമശ്ശേരി വിളിച്ചായിരുന്നു വിളിച്ചാണ് വിളിക്കണോ പറഞ്ഞേക്കാം എടപ്പള്ളി പാസ്സായെന്ന് പറയട്ടോ പാസ്സായെന്ന് പറയണ്ട അവിടെ ട്രാഫിക് നോക്കിക്കൊണ്ടിരിക്കുക ഇന്നലെ പാസ്സായല്ലോ. വലിയ വലിയ ഓഫറൊന്നും അവിടെ ഇല്ല. ഒന്നിനെയും കാണാനില്ല അവിടെ. അപ്പോ ആ വർണ്ണ സ്ഥലത്ത് എടപ്പള്ളി കഴിഞ്ഞോ വണ്ടിയാണോടാ മുമ്പായിരുന്ന വണ്ടിയാണോ? എന്തോ തൊട്ടപ്പുറത്ത് എപ്പോഴാ പോവാ? ശരി ശരി ഓക്കെ കാമശ്ശേരി ഫുള്ളൊക്കെ ഇപ്പൊ ശരി ശരി ഓക്കെ ചാർജ് എത്ര മണിക്കൂർക്ക് പോയി? ചേരുന്ന നേരം ഉലകം വിഴിയാൻ ഞൊടിയുന്നത് മാറിയത്തെ മഴയേ 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 മനസ്സ് വഷിയായതിരോ നിറമേ ഹലോ ഹലോ വണ്ടിയാണല്ലോ. വണ്ണസിൻ്റെ മറ്റൊരു ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇവർക്ക് കൊല്ലം ബാംഗ്ലൂർ, തിരുവല്ല ബാംഗ്ലൂർ, പത്തനംതിട്ട ബാംഗ്ലൂർ ഉൾപ്പെടെ ഡെയിലി 6 സർവീസുകളുണ്ട് ബാംഗ്ലൂർക്ക്. ഉടനെ തന്നെ ചെന്നൈ റൂട്ടിലും സർവീസ് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. ഒന്നാണ് വണ്ടി കിട്ടിയ
പിടിച്ചപ്പോ ഞങ്ങള് ലെഫ്റ്റ് കൂടെ വരുന്നുണ്ട്, റൈറ്റ് കൂടെ വരുന്നുണ്ട്. എത്തി ആ നമുക്ക് എടുത്തിടോ. പിന്നെ ഒരു കാര്യം, ഇന്ന് ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ യാത്ര അവസാനിപ്പിക്കാനാണ് പ്ലാൻ. ബസ്സിനെ പരിചയപ്പെടുത്തുക, യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക എന്നേ ഉദ്ദേശമുള്ളൂ. എപ്പോഴും പോകുന്ന ബാംഗ്ലൂർ റൂട്ടിലെ വിരസമായ കാഴ്ചകൾ കാണാൻ ആർക്കും തന്നെ താല്പര്യമില്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് ഇങ്ങനെയൊരു തീരുമാനം. ഇവിടെ നിന്ന് കോഴിക്കോടേക്കാണ് എൻ്റെ യാത്ര. കോഴിക്കോട് നിന്ന് പുതിയതായി തുടങ്ങിയ സുഗമ ബസിൻ്റെ വീഡിയോ എടുക്കാനാണ് പ്ലാൻ. വീഡിയോ എടുക്കാൻ സഹായിച്ച എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് യാത്ര അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന സുഗമ ബസിൻ്റെ യാത്രകളുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.